ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പിസ്സ റെസിപ്പി ആയിട്ടാണ്. ഗസ്, എല്ലാവർക്കും ഇഷ്ടമല്ലേ പിസ്സ? നമ്മൾ പുറമെ കഴിക്കുന്ന പോലെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടും കിഡ്സിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളത് ഒരു അടിപൊളി ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 8 പീസോളം ഇതാണ് നമ്മളെ ബ്രെഡ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം എടുക്കാം. 8 പീസ് ബ്രെഡ് എടുത്തിട്ട് ഈ 2 പീസ് വീതം ഇങ്ങനെ എന്താ പറയുക ഓരോ കഷ്ണം 9 കഷ്ണം വീതമാക്കിയിട്ടാണ് ഞാൻ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എടുക്കുന്നത് ഏകദേശം ഒരു 3 കോഴിമുട്ടയാണ് കേട്ടോ. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാം. അതിനുശേഷം കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പാല് ചേർത്ത് കൊടുക്കാം. മിൽക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന കുഞ്ഞായിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്തിനാ ഇത് ഒഴിച്ചു കൊടുക്കണമെന്ന് മനസ്സിലായോ? ഈ ബ്രെഡൊക്കെ ഒന്ന് അതിൽ മുങ്ങി കിട്ടാനാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാവും. എന്നിട്ടൊരു പാന് അടുപ്പത്ത് വെക്കുക. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്നെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ബട്ടറാണ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ബട്ടർ നല്ലതുപോലെ മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ ഈ ബ്രെഡ് ഉണ്ടല്ലോ പീസാക്കി വെച്ചിട്ട് നമ്മൾ ഈ മസാല ചെയ്ത് വെച്ച് ഈ ബ്രെഡ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒരു ഭാഗം ഒന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കാം? ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണമല്ലോ. അതിനായിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റിലേക്ക് മറിച്ചതിന് ശേഷം നമ്മൾ ഇത് എന്താ പറയുക പൊട്ടാതെ അതേപോലെ വെച്ച് കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ആ ഒരു സൈഡും കൂടി വെന്ത് കിട്ടണം, മറുപുറം. അപ്പോൾ ആ സൈഡും കൂടി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ബട്ടർ ചേർത്തതിന് ശേഷം ഇത് പൊട്ടാതെ അതിലേക്ക് പ്ലേറ്റ് കൊണ്ട് തന്നെ മെല്ലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കുറച്ചധികം ടൊമാറ്റോ സോസ് ഉള്ളതാണ് നല്ല ടേസ്റ്റി ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ അല്ലേ? അങ്ങനെ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം നമ്മുടെ വെളിയുള്ളി അത് അരിഞ്ഞത് സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളത്. വട്ടത്തിൽ അരിയേണ്ടവർക്ക് അങ്ങനെ അറിയാം. ടൊമാറ്റോയും സെയിം ആണ്, ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും വെക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്യാപ്സിക്കം അത് ഞാൻ പകുതിയാക്കിയിട്ട് ഇതേ മോഡലിലാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു മോഡലാകുമ്പോൾ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കളർഫുൾ ആയിട്ടൊക്കെ വെക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചീസാണ്. അപ്പം ഇവിടെ നമ്മൾ എടുത്തുള്ളത് മസാല ചീസാണ്. അപ്പം അത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത ചീസാണെങ്കിൽ അതെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കഷ്ണം മുറിച്ചിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ വീട്ടിൽ കിട്ടുന്ന അതൊരു കടയിൽ കിട്ടുന്ന റെസിപ്പീസ് തന്നെയാണ്, സാധനങ്ങൾ തന്നെയാണ്. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ സാധനം റെഡിയാണ്. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താത്തൊരു ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോഴല്ലേ നമ്മുടെ ചാനലിൻ്റെ എന്താ പറയുക വീഡിയോസൊക്കെ കിട്ടുള്ളൂ. അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ പുതിയ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ടു മൈ ചാനൽ. ബൈ.